25 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി എപ്പോഴും ഇങ്ങനെയാണ് സാർ, എപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടെയും ഒന്ന് വിത്തരയുണ്ടാകും അടുത്തിരുന്നിട്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി ഇവിടെ വരാനും നമ്മൾ അന്ന് പറഞ്ഞ ചില പ്രോമിസസ് ഉണ്ട്. ആ പ്രോമിസസ് ഒരു പരിധി വരെ അല്ലെങ്കിൽ മിക്കവാറും എല്ലാവർക്കും സാധിക്കുമല്ലോ നിർവഹിക്കാൻ കൈരളിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ MD PT കുഞ്ഞുമുഹമ്മദും ഇപ്പോൾ എന്താ MD ആയിട്ടില്ലല്ലേ? ഇല്ല, സോറി കാരണം ആദ്യത്തെ MD ആണ്. പിന്നെ സിദ്ധാർത്ഥ മേനോൻ തെറ്റി പറഞ്ഞു. കാരണം MD ആയി എന്ന് പറഞ്ഞാൽ അതിന് താഴെ ആവുമല്ലോ ബ്രിട്ടാസ് എന്ന് പേടിച്ചിട്ട് ഉടനെ ക്ലാരിഫൈ ചെയ്തതാണ്. ഏതായാലും ഇതിന് അവസരം തന്ന അന്ന് CM-ൻ്റെ കൂടെ വരാനും നമ്മളൊക്കെ അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഇതുണ്ടാവും. ഇത് ഈ അടുത്ത എന്തെങ്കിലും പൂരത്തിനല്ല, എന്തിന് ഓണത്തിനോ അല്ല, വിഷുവിന് തുടങ്ങും എന്ന് പറഞ്ഞ അതേ ദിവസം തുടങ്ങാൻ സാധിപ്പിച്ച അന്ന് മുഖ്യമന്ത്രിയല്ല, നമ്മൾ മുഖ്യമന്ത്രി ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെറുതെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനുശേഷം മുഖ്യമന്ത്രിയായി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായി, ഒരു 5 കൊല്ലം കൂടി കൂടുതലായി. അപ്പോൾ എല്ലാ സംഗതികളൊന്നും ഇനി കൂടാതിരിക്കാം. ഇതാണ് ഇനി കൂടാമെന്ന് മുസ്ലിം ലീഗിന്റെ സമ്മേളനായ നേതാവ് അബ്ദുൽ വഹാബ് ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ വാർത്തകളും എല്ലാം വളച്ചൊടിക്കാൻ സാമർഥ്യമുള്ള എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ പിന്നെ നല്ല ഫ്രണ്ട്സാണെന്ന് മനസ്സിലല്ല. എൻ്റെ അത്ര കേസ് എടുക്കുമ്പോൾ അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഇനിയും അടുത്ത 25 വർഷക്കാലം കൈരളിക്ക് സാധിക്കട്ടെ. ഒന്ന് പ്രത്യേകം CM പറഞ്ഞ വാക്ക്, ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മതേതരത്വം എന്ന് പറയും, അത് നിലനിർത്താൻ ഇനിയും കൂടുതൽ നല്ല നിലയിൽ കേരളത്തിൽ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് കൈരളി പരിപൂർണ പിന്തുണ MD ചെയർമാൻ നൽകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.